നമസ്കാരം. മലയാള സിനിമയിലെ അതുല്യ പ്രതിഭ ശ്രീനിവാസൻ വെറുമൊരു നടനോ തിരക്കഥാകൃത്തോ മാത്രമല്ല, വലിയൊരു മനുഷ്യസ്നേഹി കൂടിയാണെന്ന് വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ 17 വർഷമായി തന്റെ നിഴലായി കൂടെ നിൽക്കുന്ന ഡ്രൈവർ ഷിനോജിന് വീട് സമ്മാനിച്ച വാർത്തയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും സിനിമാ ലോകത്തും തരംഗമാകുന്നത്. സ്നേഹത്തിന്റെ 17 വർഷങ്ങൾ ഷിനോജ് കഴിഞ്ഞ 17 വർഷമായി ശ്രീനിവാസന്റെ ഡ്രൈവറാണ്. ശ്രീനിവാസന്റെ ആരോഗ്യ പ്രശ്നങ്ങളുടെ സമയത്തും മറ്റും അദ്ദേഹത്തിന് താങ്ങായി കൂടി ഉണ്ടായിരുന്നത് ഷിനോജ് ആയിരുന്നു. വെറും ഒരു ഡ്രൈവർ എന്നതിലുപരി ശ്രീനിവാസന്റെ കുടുംബത്തിലെ ഒരു അംഗമായാണ് ഷിനോജ് അറിയപ്പെടുന്നത്. തന്റെ കൂടെ നിൽക്കുന്നവർക്ക് തണലാകാൻ മടിയില്ലാത്ത ശ്രീനിവാസൻ ഏറെ നാളായി ഷിനോജിനൊരു വീട് നിർമ്മിച്ചു നൽകണമെന്ന ആഗ്രഹത്തിലായിരുന്നു. വിനീത് ശ്രീനിവാസന്റെ ഇടപെടൽ ശ്രീനിവാസൻ പലതവണ വീടിന്റെ കാര്യം സംസാരിച്ചെങ്കിലും വിനയപൂർവ്വം ഷിനോജ് അത് നിരസിക്കുകയായിരുന്നു. ഒടുവിൽ ശ്രീനിവാസന്റെ മകനും നടനുമായ വിനീത് ശ്രീനിവാസൻ ഇടപെട്ടാണ് ഷിനോജിനെ സമ്മതിപ്പിച്ചത്. അച്ഛൻ സന്തോഷത്തോടെ ചെയ്തു തരുന്നൊരു കാര്യം വേണ്ടെന്ന് പറയരുത് എന്ന വിനീതിന്റെ സ്നേഹപൂർവമായ അഭ്യർത്ഥനയ്ക്ക് മുന്നിൽ ഷിനോജ് വഴങ്ങുകയായിരുന്നു. തുടർന്ന് ഷിനോജിന്റെ താല്പര്യപ്രകാരം ശ്രീനിവാസൻ താമസിക്കുന്ന എറണാകുളത്തെ കണ്ടനാട് തന്നെ സ്ഥലം വാങ്ങുകയും അവിടെ മനോഹരമായൊരു വീട് നിർമ്മിക്കുകയുമായിരുന്നു. ഹൃദ്യമായ ഗൃഹപ്രവേശം കഴിഞ്ഞ വിഷുദിനത്തിലായിരുന്നു ഈ സ്വപ്ന ഭവനത്തിന്റെ പാലുകാച്ചൽ. ശാരീരികമായ ആവശ്യതകൾ വകവയ്ക്കാതെ കൈനിറയെ കണിക്കൊന്ന പൂക്കളുമായി ശ്രീനിവാസൻ ചടങ്ങിനുമെത്തി. ഭാര്യ വിമല ശ്രീനിവാസൻ ഗൃഹപ്രവേശന ചടങ്ങുകൾക്കും നേതൃത്വവും നൽകി. ശ്രീനിവാസനൊപ്പം മക്കളായ വിനീത് ശ്രീനിവാസൻ, ധ്യാൻ ശ്രീനിവാസൻ എന്നിവരും കുടുംബസമേതം പങ്കെടുത്തു. തന്റെ സാരഥിയുടെ മുഖത്തെ സന്തോഷം കണ്ടപ്പോൾ ശ്രീനിവാസന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. റിയൽ ലൈഫ് കഥ പറയുമ്പോൾ സിനിമയിൽ സുഹൃത്തിനു വേണ്ടി എല്ലാം നൽകുന്ന ബാലനെ നാം കഥ പറയുമ്പോൾ എന്ന ചിത്രത്തിൽ കണ്ടതാണ്. ജീവിതത്തിലും അത്തരമൊരു നന്മയുള്ള മനുഷ്യനാവാൻ ശ്രീനിവാസന് സാധിക്കുന്നു എന്നത് അദ്ദേഹത്തെ മറ്റു താരങ്ങളിൽ നിന്നും വ്യത്യസ്തനാക്കുന്നു. അടുത്തിടെ അന്തരിച്ച ശ്രീനിവാസന്റെ വിയോഗ വാർത്തയോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ ഈ മനുഷ്യത്വം തുളുമ്പുന്ന പ്രവൃത്തികളും കേരളം ചർച്ച ചെയ്യുകയാണ്. തനിക്ക് ചുറ്റുമുള്ള സാധാരണക്കാരായ മനുഷ്യരെയും സ്നേഹത്തോടെയും കരുതലോടും കൂടി ചേർത്ത് നിർത്തിയ ശ്രീനിവാസൻ സിനിമയ്ക്കപ്പുറം മലയാളിക്ക് മാതൃകയുമാണ്. മലയാള സിനിമയ്ക്ക് തീരാ നഷ്ടമായാണ് ശ്രീനിവാസന്റെ വിയോഗം കഴിഞ്ഞ ദിവസം സംഭവിച്ചത്. ഗുരുതരമായ രോഗങ്ങൾ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. മരണത്തോട് മല്ലടിച്ച് കുറേയധികം നാളുകളായി അദ്ദേഹം നടക്കുകയായിരുന്നു. ഈ ഘട്ടത്തിലാണ് ഡയാലിസിസിനായി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന വഴി അബോധാവസ്ഥയിലാവുകയും തൃപ്പൂണിത്തുറ താലൂക്ക് ആശുപത്രിയിൽ അദ്ദേഹത്തെ പ്രവേശിപ്പിക്കുകയും ചെയ്തത്. തുടർന്ന് മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. മലയാളത്തിൽ സാധാരണക്കാരുടെ കഥ പച്ചയായി പറയുകയും നർമ്മത്തിൽ പൊതിഞ്ഞ് സംസാരിക്കുകയും എന്നാൽ കൃത്യമായ രാഷ്ട്രീയം അവതരിപ്പിക്കുകയും ചെയ്ത ശ്രീനിവാസൻ സിനിമകൾ മലയാള സിനിമയുടെ വലിയൊരു സ്വത്താണ്. അത്തരമൊരു കഥാകൃത്തും അത്തരമൊരു നടനും ഇല്ലാതെയാവുന്നത് തീരാ നഷ്ടമാണ്. ഈ ഘട്ടത്തിലാണ് ശ്രീനിവാസൻ ആരും അറിയാതെ ചെയ്ത നന്മ പ്രവർത്തികളൊക്കെയും ഇപ്പോൾ പറയുന്നത്. കഴിഞ്ഞ ദിവസവും സമാനമായി സഹായം ചോദിക്കാൻ എത്തിയ ശ്രീനിവാസനോട് നടൻ പണം നൽകി അദ്ദേഹത്തെ സഹായിച്ച കഥകളടക്കം നിരവധി ആളുകൾ മാധ്യമങ്ങൾക്ക് മുൻപിൽ ശ്രീനിവാസനിലെ നന്മയെ കാണിച്ചു തന്നിരുന്നു. സമാനമായ അനുഭവം തന്നെയാണ് ഡ്രൈവർക്കും ഉണ്ടായിട്ടുള്ളത്.